മഹൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കല്യാണ ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ വീട്ടുകാരെല്ലാം കല്യാണ ഫംഗ്ഷന് പോയി. ഞാനിവിടെ അടിപൊളി വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാനായിട്ട്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്ന ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിട്ടുള്ള വഴി കൂടെ നടന്നപ്പോൾ കണ്ട ഒരു കാഴ്ച കണ്ടപ്പോൾ ഇത് കൃഷിക്കായിട്ട് റെഡിയാക്കിയിട്ടേക്കുന്ന തറയാണ്. അതേനൊക്കെ തന്നെ കിണറുണ്ട് കേട്ടോ. ഇവിടെ കിണറിങ്ങനെ ചുറ്റും മൊത്തത്തിൽ വട്ടത്തിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന ഒരു ഹൈവേ, നാഷണൽ ഹൈവേ ആണ്. അത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖമീസ്, അബഹ, ഫാറ, മജ്മ എന്നൊക്കെ പറയുന്ന ആ റൂട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അബഹയിലെ. പിന്നെ അതേ കണക്ക് തന്നെ കൃഷി സ്ഥലത്തേക്കൊക്കെ ലൈൻ പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടെല്ലാം കൃഷി സ്ഥലങ്ങളാണ്, കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴൊരു വിശാലമായ അടിപൊളി ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് ആദ്യം കാണുന്നൊരു നല്ല കിഡിലോസ്കി സ്പോട്ടാണ്. വണ്ടികളൊക്കെ ഇരപ്പിച്ചുകൊണ്ട് പോകുന്ന സൗണ്ട് കേട്ടോ, ഇങ്ങ് വരെ ഇവിടെ നിന്നാൽ കേൾക്കാം. ഇപ്പോഴെന്തായാലും അടുത്ത സ്പോട്ടിലോട്ട് നമുക്ക് പോവാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി തന്നെ. മാത്രമല്ല പ്രധാനമായിട്ട് വെച്ചാൽ ഇവിടുത്തെ വീടുകളൊക്കെ നമ്മളെ നാട്ടിലത്തെ അതേ സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങ് മല മുകളിലായിട്ട് കാണാം ഒരു വീട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അത് നല്ല ബാൽക്കണിയും കാര്യങ്ങളും എല്ലാം കാണും കേട്ടോ. സൂം ചെയ്ത് കാണിച്ചില്ല വീട്. 1, 2 യെസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടിപൊളി തന്നെയല്ലേ? ഇപ്പോൾ സമയം വന്നിട്ട് 6 മണി ആയതേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴേ ചെറിയ രീതിക്ക് നല്ല തണുപ്പൊക്കെ ആയിരിക്കും തുടങ്ങും. നല്ല പൊളി വൈബ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരും കൃഷി, കണക്കെ ആട് വളർത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ചെറിയ റോഡുകളായാലും റോഡിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ലൈൻ വരെ പക്കയാണ്. 2 ഡബിൾ റോഡാണ് കേട്ടോ. 1 സൈഡ് നോക്കിയാണോ, കണ്ടില്ലേ എന്താ ഭംഗി. റോഡൊക്കെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. എന്താ ഇവിടെ വന്നതിന് ശേഷം ക്ലൈമറ്റൊക്കെ മാറിയപ്പോഴത്തേക്കും നമ്മളെ സൗണ്ടൊക്കെ പോയിട്ടോ. തൊണ്ടയൊക്കെ അടച്ച് എന്താണ് അത്രയ്ക്കും വലിയ രീതിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ നല്ല കാറ്റുമുണ്ട് കേട്ടോ. അതുകൊണ്ട് മൊത്തത്തിലൊരു സൗണ്ടിൻ്റെ ഒരു ക്ലിയർ കുറവ് കാണും. അല്ല, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നടന്ന ഓഡിറ്റോറിയത്തിൻ്റെ എങ്ങോട്ട് പോകാം. അപ്പോൾ കല്യാണം പൊടിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട വീട്ടിലോട്ട് പോകുന്ന വഴി കുത്തം ധൈര്യമാണ് കേട്ടോ. ഒറ്റ വീടാണ്, നോക്കിയാണ്. അടിപൊളി തന്നെയല്ലേ? മുള്ള് ചെടിയാണ് കേട്ടോ ഇത്, കണ്ടില്ലേ? നല്ല കയ്യിലൊക്കെ കൊണ്ട് കഴിക്കാണ്ടല്ലോ ഒത്ത് കയറും. ഇത് മൊത്തം മുള്ളാണ്. അപ്പോഴാ കാണുന്നതാണ് കേട്ടോ ഓഡിറ്റോറിയം. ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ പാർക്കിംഗ് സ്പേസ്. അപ്പോഴും നമുക്ക് നേരെ അകത്തോട്ട് പോകാം. കല്യാണ ചടങ്ങുകളുടെ വീഡിയോസ് നമുക്ക് പറ്റുന്ന അത്ര എടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് എടുക്കുക, നമുക്ക് ഓഡിറ്റോറിയത്തിന് അകത്തോട്ട് കയറാനായിട്ട് പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് നമുക്ക് വെളിയിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാം. സമയം വന്നിട്ട് 6:40 ആവാറായി. എന്നാലും നല്ല തണുപ്പ് തുടങ്ങി കേട്ടോ. അപ്പോഴേ നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോഴാ വലത് സൈഡിൽ നിൽക്കുന്ന ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ഓരോ കുടുംബക്കാർ വരുമ്പോഴത്തേക്കും സ്വീകരിച്ച് അകത്തോട്ട് കയറ്റുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബക്കാർ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതരം പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്കത് കേൾക്കാം.
ചടങ്ങുകളൊക്കെ ഒരുവിധം പൂർത്തിയായി കഴിയാറായപ്പോഴത്തേക്കും തന്നെ ഇവിടെ സുപ്ര വിരിച്ചു കേട്ടോ കഴിക്കാനായിട്ട്. ഇത് കണക്ക് വെളിയിലും അകത്തും ഒക്കെ ആയിട്ടാണ് വിരിക്കുന്നത്. ഒറ്റ പന്തിയുള്ളൂ കേട്ടോ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് അകത്ത് റൂമിനകത്തും കുറേ സ്ഥലത്ത് വിരിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും സാധനം വെള്ളങ്ങളെല്ലാം അടുക്കി വയ്ക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ 6 പേർക്ക് ഇരിക്കാം കേട്ടോ കറക്റ്റായിട്ട് വട്ടത്തിൽ. അപ്പോഴും നമുക്ക് ബാക്കി കാഴ്ചകളിലൂടെ കാണാം. അപ്പോൾ പുറത്തെ പ്രധാന ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുക്കൻ്റെ കൂട്ടരും പെണ്ണിൻ്റെ കൂട്ടരും എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്നിട്ട് ഉള്ള പ്രധാന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവർക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ മോതിരം കൈമാറ്റൽ മാത്രമല്ല, ഒരുപാട് ചടങ്ങുകൾ വെളിയിൽ തന്നെ ചെയ്യാനുണ്ട്. ചെറുക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിനകത്തായിരിക്കും ഈ സമയത്തുണ്ടാവുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടെ അകത്ത് പോയിട്ടാണ് അവിടുത്തെ ചടങ്ങുകളെല്ലാം നടത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും ചടങ്ങെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സമയമാണ്. ഈ മട്ടൻ മന്തിയാണ് കേട്ടോ ഇവിടെ ഓരോ പ്ലേറ്റായിട്ട് കൊണ്ടുവരും. താഴെയെല്ലാം സൂപ്പർ ഇരിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ കാറ്ററിംഗ് സർവീസ് അങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ. അവരാണ് കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആൾറെഡി ഫിനിഷായി. അപ്പോൾ നമുക്ക് നേരെ അടുത്ത നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കാം. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഫുഡ്. ഒരു പാത്രത്തിലായിരിക്കും 6-7 പേര് ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമുക്കും ഏതെങ്കിലും ഒരു സൈഡ് പിടിക്കാം. പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ആരും തന്നെ പോകത്തില്ല കേട്ടോ. ഇനി ഇവിടെ ഡാൻസും പാർട്ടിയും പരിപാടികളൊക്കെ ഉണ്ട്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അവരേതായ ശൈലിയിലൊരു പാട്ടുണ്ട്. ആ പാട്ടിന് ചുറ്റും വട്ടത്തിൽ നിന്നാണ് കേട്ടോ നൃത്തം വയ്ക്കുന്നത്. അപ്പോൾ ആ ചടങ്ങ് അതൊക്കെ കണ്ടിട്ട് നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നീങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഈ കേൾക്കുന്ന കൊട്ടില്ലേ, ഇത് ഞാൻ റെക്കോർഡിംഗ് എന്നാണ് വിചാരിച്ചത്. സംഭവം അടുത്ത് പോയപ്പോഴത്തേക്കാണ് കണ്ടത് ഇവരത് അവിടെ കൊട്ടുന്നതാണ് കേട്ടോ. ഇതിനായിട്ട് ആളുകളുണ്ട്, അവർ വന്നിട്ട് ഇത് കൊട്ടുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോയി ആ കാഴ്ചയോടെ കാണാം. ഇവിടെയാണ് അവർ തീ കൊണ്ടുണ്ട ഇതെല്ലാം ചൂടാക്കുന്നത്. അതിൻ്റെ വള്ളി, അതായത് അതിൻ്റെ ഒരു തോല് ടൈറ്റാക്കുന്ന ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ തീ കൊട്ടിയിട്ടേക്കുന്നത്. മാത്രമല്ല നല്ല തണുപ്പുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇരുന്നിട്ടാണ് അവർ ഇതെല്ലാം കൊട്ടുന്നത്.
നല്ലൊരു കമ്പനിക്കാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹായ് പറ. ഹായ്. അപ്പോഴും ഒരുവിധ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. വ്യാഴാഴ്ച ആയതുകൊണ്ട് വെളുപ്പാങ്കാലം വരെയും പരിപാടി കാണുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു അറബിക് കല്യാണത്തിന് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്ന കണക്ക് പെട്ടെന്ന് കഴിയുന്ന ചടങ്ങല്ല ഇത്. 2, 3, 4 മണിക്കൂർ കണക്ക് എടുക്കും കേട്ടോ ഈ ചടങ്ങ് കഴിയാനായിട്ട്. എന്തായാലും മട്ടൻ മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. കല്യാണം നല്ല രീതിക്ക് എൻജോയ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.